മക്കളെ കുറുമ്പ് കാണിക്കരുത്. കുറുമ്പ് കാണിച്ചാ ദാ ശേഖരേട്ടൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നല്ല ചൂട്ട അടിയാൻ തരും. വിശക്കണ്ടല്ലടാ, സാരില്ലടാ. ഇന്നലെ പറഞ്ഞ പോലെയല്ല അന്ന് 5 കിലോ ഇറച്ചി ശേഖരേട്ടൻ തന്നിരിക്കും. ഓട്ട് ശിവ ഓട്ട്. എന്റെ ഈശ്വര, പാല് മുഴുവൻ തിളച്ചു പോയല്ലോ. തല മണ്ടയ്ക്ക് ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ. ഓ ഒന്ന് വേഗം വാ മോളെ. വരുന്നോ കാതർക്ക. ആ രഞ്ജൻ പപ്പയ്ക്ക് ആകെ കൊടുക്കണ നാഴി പാല, അത് പകുതിയും പോയി. ഇനി അതിന് അയാളുടെ കരച്ചില് കേൾക്കണം. ഒരെണ്ണത്തിനെ കൊണ്ടൊരു കൈസഹായം ഇല്ല. മടുത്തു. എനിക്ക് വയ്യ ഇനി മെസ്സ് നടത്താൻ. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരെ, കോൺട്രാക്ട് കൊടുക്കേ, പട്ടിണി കിടന്ന ചാവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വയ്യ. എവിടെ കാതർ? ആ രാജപ്പേട്ടനായിരുന്നോ? ഇതെന്താ പോളും പിടിച്ചോണ്ട്? പാലിപ്പ തരാട്ടോ. അടുപ്പത്തിന് ഇപ്പൊ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആ കാതർക്കേ ഇരിക്കുന്നു. ഏ അല്ല, ഇതെന്താപ്പാ അവിടെ? പറയണ്ട, എന്താ ചെയ്യ മോളെ? ഒരു 3 മുട്ട കടന്നു തരുമോ? മൊട്ടയോ? ആ കോഴിമുട്ട. ബാക്കി പറഞ്ഞാ പില്ലീനെ പിടിച്ചു കൊടുക്കാൻ. വാക്ക് പറഞ്ഞാണെങ്കിലേ കൊടുക്ക്. എന്തേലും കടയിട്ട് തരാനേ മൊട്ടയൊന്നും ഇല്ല. റൊക്കം കാശ് വന്നാ തരാം. അല്ല പിന്നെ സുശീലേ മോളെ, മുട്ട കൊടുത്തില്ല ഇപ്പൊ അതിന് കുന്തത്തുമ്പോ നടക്കൂലെന്ന്. മോളെ എന്നാ നീ എവിടെ ഇരി, മുട്ടകൾ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. എന്ത് ചെയ്യും പഠിച്ചോനെ. തീരുമാനിക്കട്ടെ. എന്നാ പോട്ടെ, പടാസാപ്പിന്റെ റൗട്ടിലേക്ക് പോട്ടെ. നടുവും പോയി മുട്ടകളും ഇല്ലെന്ന് പറഞ്ഞാ നിന്നെ നിലം തെടിക്കില്ലടാ കള്ളപ്പയലെ. അല്ല, നിങ്ങളിത് എവിടെ പോവാ? ഗോവിന്ദായിട്ട് ഒന്ന് കാണണം. ആണാ? എന്ന് ഞാനും വരാം. ഓ എന്നാലും താഴെ നിൽക്കുന്ന ആർത്തി പണ്ടാരത്തിന് 3 മുട്ട കൊടുത്തിട്ട് എന്നെ കുന്തത്തിൽ നിന്ന് നടക്ക്. എന്നിട്ട് നീ കയറിക്കോ. പാവം വിട്ടേക്ക് ഉസ്താദേ. വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. വൈകുന്നേരം അവിടെ ഇരിക്കട്ടെ. ഉച്ചത്തേക്കുള്ള ചോറേ വൈകുന്നേരം. അമ്മോ എന്താണ്? എന്താ പറ്റിയ? ശേഖരനോടെ പുലി വല്ലതും ചെയ്തോ ശേഖരേട്ടാ? എലിയാ? എവിടെ ഒരു ചക്കയുടെ അത്ര മൂന്നരലി എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം. ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചളഞ്ഞു. ആരും അറിയണ്ട. അറിയാത്തതിന് എലി മാത്രമേ ഉള്ളൂ. പേടിപ്പിക്കലടാ. തന്റെ ഒരു കാര്യം, പുലി വെറും പുല്ല. എലി, പാറ്റ, കൂറ, തവള ഇതൊക്കെ ഭയങ്കര പേടി. അല്ല ചെറുപ്പത്തിൽ വല്ല അല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഒന്നുമില്ലാന്ന് ഒരു എലിയെ കണ്ട് പേടിച്ചാൽ ആ കുരിപ്പ്. ഓ നാണക്കേട് ഈ ശേഖരേട്ടന്റെ ഒരു കാര്യം. മുട്ട ഒരു മുട്ടയ്ക്ക് 1.60 വെച്ച് 3 മുട്ടയ്ക്ക് 4 രൂപ 80 പൈസ. വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടയും കിട്ടില്ല. എന്റെ ഉമ്മാണ്, ബാപ്പാണ്, എന്റെ മക്കളാണ് സത്യം. എന്റെ പൈസ മുഴുവൻ തരാതെന്ന് പശുത്തോ ഇല്ല. കൊടി കൊടി മുളിങ്ങട്ട പ്രായം. മുട്ട തൃപ്തിയായില്ലേ? ഓ എന്താ നോക്കില്ല കേട്ടൂടി. ഓവില്ല് കൈ കഴിച്ചു. പണ്ടാരടക്കം ഒന്ന് വീശി തരാൻ പറഞ്ഞിട്ട് ഒന്നും കൂടി കെട്ടിയെടുക്കണ്ട. ഒരെണ്ണം കൂടി വിരിച്ചാ കഴിഞ്ഞു. ഓ ഇങ്ങനെ ഒരു മരമന്ത മനുഷ്യൻ. ഒരു മണിക്കൂറായി 2 കഷ്ണം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. കുമാരേട്ടോ, ഓ ക്ലൗൺ കുമാരേട്ടൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നല്ലടി. ആ പക്ഷേങ്കി ഇപ്പൊ പെണ്ണുപിള്ളയുടെ അടിപ്പാവട തിരുമല പണി. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഈ വയസ്സ് കാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പാവം കിടക്കുക. ആ കിടക്കട്ടെ കിടക്കട്ടെ, നല്ലോണം മലന്ന് കിടക്കട്ടെ. ഒരു വിശറി എടുത്ത് വീശിക്കൊട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ആർക്കാടെ ഇതിലെത്ര ദണ്ണം? ഇവിടെ ഇവിടുത്തെ പോലീസും ആ എണ്ണം കെട്ടോൾ എന്താ പറഞ്ഞേ? എന്റെ പൊന്ന് ജമീലെ, അവളുടെ നാക്കിനെല്ലില്ല. അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ? എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ. എനിക്കാരും പേടിയില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? അമ്പടി എടിയടിയടി താഴെ ശീമപ്പോർക്കെ നിനക്ക് എന്തിന്റെ എടടി? നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നിന്റെ വാപ്പയുടെ പ്രായമില്ലടി ആ മനുഷ്യന്. ആ മനുഷ്യനെ കൊണ്ട് നിന്റെ തുണി തിരിപ്പിക്കണോ? അത് ചോദിക്കാൻ നീ ആരടി? എന്നെ വിട് മനുഷ്യ. എന്റെ ഭർത്താവിനെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യിക്കും. അതിന് നിനക്കതിനടുത്ത സങ്കടം ഉണ്ടടി. ദാരിദ്ര്യം പട്ടിണിയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയടി. നീ ഇപ്പൊ വേലക്കാരനാക്കണ മനുഷ്യനുണ്ടോ
സുശീലടുത്തേ പോട്ടെ എന്ന് മിണ്ടായിരിക്കേ. നിന്നോട് വായിട്ടലക്കാൻ എനിക്കിപ്പോ നേരമില്ല. അങ്ങോട്ട് വാന്ന്. ആ നീ പോകും. നല്ല നല്ല ചെക്കന്മാര് കൈ കയറി പിടിച്ചാലേ നീ പോകും. നീ ഇതൊന്ന് പിടിച്ചേ. സുശീലടുത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കടാ. ഇവളോട് നാല് പറഞ്ഞിട്ട് എന്നെ കാര്യം. എടി എടി മേനോക്കി, എടി ശൂർപ്പണകെ, നാട്ടിൽ അകർന്നു പോയ കെട്ടിയൊക്കെ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് സഹായത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടി സുശീലത്തെ അതിന് എഴുന്നള്ളിവിടുന്ന്. ഇവക്ക് മണിയറ ഒരുക്കാനാ ആ ശാന്തമെടുത്ത് എന്റെ റൗട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ. ഇപ്പൊ കൊല്ലം 3 ഒന്ന് വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവള്? എന്നിട്ട് അവളുടെ ഒരു കുടുംബം. ഫോ! ഞാൻ കിട്ടിയത് പ്രാരാബ്ദം ചുമക്കാനല്ലടി, ഒരാണിന്റെ കൂടെ ജീവിക്കാനാ. നിന്റെ ഒരു ജീവിതം. നീ ആരാ? സത്യവാൻ സാവിത്രിയോ? നിന്റെ ചരിത്രം കൊണ്ട് വിളമ്പിക്കണ്ട, വെറുതെ നാറോ. വിവരില്ല. ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ അല്ലേ നിന്റെ കെട്ടൻ ട്രപ്പീസിൽ നിന്ന് വീണ് ചത്ത ശാമ്പോലെ കിടക്കണേ. എന്താടി നാക്ക് ഇറങ്ങിപ്പോയോ? 1 മാസം തികച്ച ഒരാണിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയോടി നിനക്ക്? നിനക്ക് കിട്ടിയ ശാപാടിയത് ശാപം. ബാക്കിയുള്ള ആണുങ്ങളെല്ലാം സഹിക്കുന്നില്ലെങ്കിലേ വല്ല മുരിക്കിന്റെ മതി. ഒന്ന് പോടാ അവിടുന്ന്. കഷ്ടം. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താടി ജമീലോട് തോറ്റുപോയോ നീ? പോയി അവളോട് മറുപടി പറഞ്ഞിട്ട് വാടി. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യാണെന്ന്. സുശീലേ മോളെ, ഇവൾ ഇത്ര പാവമായി പോയല്ലോ എന്റെ ശാന്തടുതി. എന്താ ഇത്? മോളെ ഇവക്കൊരു ധൈര്യമൊന്നും ഇല്ലടാ. ഒരു തൊട്ടാവാ. സുശീലടുത്ത് നിനക്കറിയണേ, അവരുടെ സ്വഭാവം അറിയില്ലേ? ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മേ, നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത പോലെ ആയല്ലേ. ശാന്തടുത്ത് എന്തിനാ വിഷമിക്കണേ? ഞങ്ങൾക്കില്ലേ വയസ്സാം കാലത്ത് കുമാരേട്ടന് ഒരു അബദ്ധം പറ്റി. അങ്ങനെ അങ്ങോട്ട് വിചാരിക്ക്. അബദ്ധം. അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം ഇയാളെ എത്ര തിന്നാലും മതി വരാത്ത പെരുവയറ്. പിന്നെ മമ്മ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാൻ? എന്താ? ഈശ്വരാ, കണ്ടില്ലേടാ 3/4 ഉരുളി ഉപ്പുമാവുണ്ടായതാ. അത് മുഴുവൻ കണ്ടാരടയ്ക്കാ മകൻ. കോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതിയെന്നാ എല്ലാവരുടെയും വിചാരം. അതല്ല, മുഖത്തെഴുത്ത് നന്നാകണം. എന്തിനാ? തലയിലെഴുത്ത് ആരും അറിയരുത്. മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം. മിടുക്കൻ, നീ എന്റെ മോനാടാ. നിന്റെ മുഖത്തെഴുത്ത് മോശം. എന്റെ എല്ലാ എഴുത്തും മോശമല്ലേക്കാ. വാ. മതി മതി. വാ നടക്ക്. തുടങ്ങാറായി. ഇന്ന് അബൂക്ക് റിങ്ങിലെത്തുന്നതേ ഈ കൂട്ടിലാ. ആളുകള് സിംഹം എന്ന് വിചാരിച്ചു നോക്കുമ്പോ ക്ലൗൺ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അതൊരു പുതിയ നമ്പരാണ്. നല്ല രസമായിരിക്കും. അതെ. പക്ഷെ അബുക്കാടെ നമ്പർ വരുമ്പോഴേ പറയാൻ മറക്കരുത്. ഇല്ല. ആ കാതിരി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്ന് മറക്കൂല കേട്ടാ. നോക്ക് കേട്ടാ. ഞാൻ വന്ന് വിളിക്കണ വരെ അബൂക്ക് ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ശരിക്കും പൂട്ടിയാ മോനെ? പൂട്ടി. പേടിച്ച ബാബുട്ടാ, ഗോവിന്ദ് സാർ വിളിക്കണു. എന്തിനാ? കമലെ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കാനാണെന്നാ തോന്നണേ. ഒറ്റ കീറി വെച്ചെന്നുണ്ടെങ്കിലോ വെറുതെ വെറുതെ മനുഷ്യനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്ക. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ദമ്മായല്ല, ധനമായ. ഏതത്? എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു പരിചയപ്പെടുത്താം. കം 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 ഭാസ്കരൻ. വി കോൾ ഇളിയം ഭാസ്കരൻ. നല്ല പേര്. ഇത് മൈ ഓൾ ഇൻ ഓൾ, മൈ സൺ. അറിയാം, കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു റിംഗ് കളിച്ചിരുന്നു വീനസ് സർക്കസിൽ 1971 to 75. Yes. He was a catcher in trapezium, but unfortunately fall down. ഒന്ന് വീണു നടു. നമ്മൾ പിരിഞ്ഞത് കൽക്കട്ട കളിക്കുമ്പോഴോ അതോ ബോംബെയില്? കൽക്കട്ട. ഏട്ടൻ മറന്നോ? ദമ്മായം കൊണ്ട് മതിലിയാടാൻ പോയപ്പോ ലാഡർ വെച്ച് കൊടുത്തത് ഞാനല്ലേ? റിമംബർ, ഇന്നലെ കഴിഞ്ഞതുപോലെ. ഈ കമ്പനി ഉണ്ടാക്കിയത് ഇവളുടെ പണിയാ. അബൂക്കയും ശാന്തമ്മയും സുശീലയും രഞ്ജനയും ഒക്കെ ചേർത്ത് ഷീ മെയ്ഡ് റോയൽ സർക്കസ്. 10 വർഷം സ്വർഗമായിരുന്നു, സ്വർഗം.
പണം, പ്രശസ്തി. എനിക്കൊരു മോളെ തന്നു. Then she escaped. Vanished. അല്ല എന്നെ വിളിപ്പിച്ചത് ഓ, അത് മറന്നു. എന്താ പറഞ്ഞത്? ആ, മിസ്റ്റർ കണ്ണൂർ ഭാസ്കരൻ. നടു പോയതുകൊണ്ട് കളി നിർത്തി. എന്ന് വെച്ച് സർക്കസ് എത്തിയിട്ടില്ല. രാജിക്കമ്മലും പബ്ലിസിറ്റി മാനേര്. ഇയാൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. സംസാരിക്കും. യു ക്യാരി ഓൺ. എന്താ കാര്യം? നമുക്ക് പുറത്തിത്തിരി സൗകര്യമായിട്ടിരുന്ന് ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാ പറയും. എനിക്ക് 5:30 ഷോ ഉള്ളതാ. ബാബുവിന് ഗുണമുള്ള കാര്യ. ഞാനിപ്പോ രാജ്കമല്ലാന്നറിയാലോ. അവർക്ക് സർക്കസ് ഒന്ന് വിപുലീകരിച്ചാ കൊള്ളാന്നൊരു മോഹം. ജംബോല രാം സിംഗ്, സുധീർ മിശ്ര, അങ്ങനെ മറ്റു പലരും ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ക്ലൗഡ്സ് അത്ര പോരാ. മിസ്റ്റർ ബാബുവിനെ അവർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരു മോഹം. വേറെ ഇവിടെ കിടന്ന് നരയിക്കണ്ട. നല്ല ശമ്പളമായി തരാം, നല്ല അഡ്വാൻസുമായി തരാം. എന്താ പോവല്ലേ?